രക്തസാക്ഷ്യം നടുക്കിയ തയ്യിൽ കടൽപ്പുറത്തെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ നിർണായക വിധി പുറപ്പെടുവിച്ചു കോടതി. സ്വന്തം കുഞ്ഞിനെ കടൽഭിത്തിയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. 2020 ഫെബ്രുവരിയിൽ നടന്ന അതിദാരുണമായ ഈ സംഭവത്തിൽ 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഒന്നാം പ്രതിയായ ശരണ്യ കൊലപാതക കുറ്റം ചെയ്തതായി കോടതി സ്ഥിരീകരിച്ചത്. പ്രതിക്കുള്ള ശിക്ഷാവിധി ഈ മാസം 21-ന് പ്രഖ്യാപിക്കും. എന്നാൽ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരുന്ന ശരണ്യയുടെ സുഹൃത്ത് നിതിനെ കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി വെറുതെ വിട്ടു. കാമുകനൊപ്പം ജീവിക്കാൻ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ വകവരുത്തിയ അമ്മയുടെ ക്രൂരതയുടെ കഥയാണ് വിചാരണയിലുടനീളം പ്രോസിക്യൂഷൻ വിവരിച്ചത്. കണ്ണൂർ തയ്യിൽ സ്വദേശിയായ ശരണ്യ തന്റെ 1.5 വയസ്സുകാരനായ മകൻ വിയാനെ പുലർച്ചെ ഉറക്കത്തിൽ നിന്നെടുത്ത് കടൽ തീരത്തെത്തിക്കുകയായിരുന്നു. കുഞ്ഞിനെ ആദ്യം കടൽഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും മരണം സംഭവിച്ചില്ല. കരഞ്ഞുകൊണ്ട് ഇഴഞ്ഞു വന്ന കുഞ്ഞിനെ വീണ്ടും എടുത്ത് കടൽഭിത്തിയിലെ കരിങ്കലിലേക്ക് ആഞ്ഞെറിഞ്ഞ് മരണം ഉറപ്പാക്കുകയായിരുന്നുവെന്നും ശരണ്യ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം വീട്ടിലെത്തി ഒന്നും അറിയാത്ത ഭാവത്തിൽ ഉറങ്ങാൻ കിടന്ന ശരണ്യ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് നാടകമാടുകയായിരുന്നു. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഭർത്താവായ പ്രണവിനെ കൊടുക്കാനായിരുന്നു ശരണ്യയുടെ ശ്രമം. അകന്നു കഴിയുകയായിരുന്ന പ്രണവ് രാത്രി വീട്ടിലെത്തി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ശരണ്യയും ബന്ധുക്കളും ആരോപിച്ചിരുന്നത്. എന്നാൽ പോലീസിന്റെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലും തെളിവ് ശേഖരണത്തിലും ശരണ്യയുടെ മൊഴികളിലെ വൈരുദ്ധ്യം പുറത്തു വന്നു. കുഞ്ഞിനെ കാണാതായ സമയത്ത് ശരണ്യയുടെ വസ്ത്രത്തിലുണ്ടായിരുന്ന കടൽ മണ്ണും ഉപ്പും ശാസ്ത്രീയ പരിശോധനയിൽ നിർണായക തെളിവായി. ഒടുവിൽ കുറ്റം സമ്മതിച്ച ശരണ്യ കാമുകനായ നിതിനോടൊപ്പം ജീവിക്കാനുള്ള തടസ്സം നീക്കാനാണ് കുഞ്ഞിനെ കൊന്നതെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. കോടതി വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷനുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. രണ്ടാം പ്രതിയായ നിതിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിച്ചു. നിതിനും ശരണ്യയും തമ്മിൽ സംഭവ ദിവസം നിരവധി തവണ ഫോണിൽ സംസാരിച്ചിരുന്നെങ്കിലും കുഞ്ഞിനെ കൊല്ലാൻ നിതിൻ പ്രേരിപ്പിച്ചുവെന്നോ ഗൂഢാലോചന നടത്തിയെന്നോ സ്ഥാപിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ല. പ്രോസിക്യൂട്ടർമാരുടെ നിയമനം രാഷ്ട്രീയ സ്വാധീനത്തിലാകരുതെന്നും ക്രിമിനൽ കേസുകളിൽ വൈവിധ്യമുള്ളവരെ നിയമിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. നിതിൻ നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വരെ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നതായും കോടതി പരിഗണിച്ചു. വിചാരണയുടെ വിവിധ ഘട്ടങ്ങളിൽ വലിയ വൈകാരിക പ്രകടനങ്ങൾക്കാണ് കോടതിയും പരിസരവും സാക്ഷ്യം വഹിച്ചത്. കുഞ്ഞുമായി തെളിവെടുപ്പിനെത്തിയപ്പോൾ നാട്ടുകാർ ശരണ്യക്കെതിരെ രോഷാകുലരായി രംഗത്തെത്തിയിരുന്നു. കേസിന്റെ വിചാരണ കാലയളവിൽ ശരണ്യ നേരിട്ട മാനസിക സമ്മർദ്ദങ്ങളും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. 2025 ജനുവരിയിൽ ശിക്ഷാവിധി കാത്തിരിക്കെ ശരണ്യ കോഴിക്കോട് വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. പ്രണയിച്ച് വിവാഹിതരായ ശരണ്യയും പ്രണവും തമ്മിലുള്ള ദാമ്പത്യ തകർച്ചയും ശരണ്യക്ക് പറ്റ് പുരുഷന്മാരും ആയിട്ട് ഉണ്ടായ ബന്ധങ്ങളുമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 47 സാക്ഷികളെ വിസ്തരിച്ച കോടതി കൊലപാതകം എന്ന പൈശാചികമായ കൃത്യം ശരണ്യ തന്നെയാണ് ചെയ്തതെന്ന് നിസ്സംശയം വ്യക്തമാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ശിക്ഷാവിധി കേരളം ഉറ്റുനോക്കുകയാണ്.